അതേപോലെ ഇപ്പോൾ നമുക്കുള്ള ചെടികളാണ് ഇതേ കാണുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെടികളും അതൊക്കെ ആണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും ഒക്കെ നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ആവശ്യമാണ്. അപ്പോൾ എനിക്ക് മുമ്പ് ഉണ്ണി ഉണ്ടാകുന്നതിന് മുമ്പ് അപ്പോൾ ബന്ധങ്ങളാണെങ്കിലും ഒക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയുമല്ലോ. അപ്പോൾ ഉണ്ണി ഉണ്ടാകുന്നതിന് മുമ്പ് എൻ്റെ മെയിൻ്റനൻസ്, ഉണ്ണി ഉണ്ടായ ശേഷം എൻ്റെ മെയിൻ്റനൻസ് കുറവ് കൊണ്ട് എനിക്ക് കുറേ ചെടികൾ നഷ്ടപ്പെട്ടു. പിന്നെ ഫെസി ഉണ്ടായിരുന്നപ്പോൾ അവളാണെങ്കിലും എല്ലാം കടിച്ചു വലിച്ചു കൊണ്ടുപോകും. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഈ എല്ലുപൊടിയൊക്കെ വളമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ അവർക്കത് കഴിക്കാൻ അതിൻ്റെ സ്മെല്ല് കേട്ടിട്ട് അവർ പോയി നോക്കുന്നതാണ് കേട്ടോ. അങ്ങനെയൊക്കെയാണ് അവൾ എടുത്തുകൊണ്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ചെടികളാണ് നമുക്കുള്ളത്. ഇത് ഇവിടെ കൂട് വെച്ചേക്കുന്നത് ഇങ്ങനൊരു ചെറിയ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഈ ഗ്യാപ്പിലൂടെ ഞെരുങ്ങി വേണം ഇങ്ങോട്ട് കടക്കാനായിട്ട്. ഞാൻ ഫുഡൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. രണ്ടും എടുക്കാതെ, വെള്ളം ഒന്നും നോക്കാതെ, മൈൻഡ് ചെയ്യാണ്ട് പുറത്തേക്ക് കളിക്കാൻ പോയേക്കാണ് കേട്ടോ കുക്കി. അപ്പോൾ അവൾ അവിടെ എന്തെങ്കിലും സൂത്രപ്പണി ഒപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ കുക്കി എന്താണെന്ന് അറിയില്ല കേട്ടോ, കുരച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെറ്റ്സ് നമുക്ക് പൊതുവെ അവരെ നോക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടും കാര്യങ്ങൾ കൊണ്ടൊക്കെ നമുക്കവരെ ഇഷ്ടമില്ല. ചിലർക്ക് പേടിയായിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ നോക്കിയിട്ട് ഒരു സേഫ്റ്റിയുടെ ഭാഗമായിട്ട് എപ്പോഴും പെറ്റ്സ് ഉള്ളത് വളരെ നല്ലതാണ്. ഇത് എന്ത് കണ്ടിട്ടാണ് കുരയ്ക്കണേ? ഇതിനെ കണ്ടിട്ടാണോ നീ കുരയ്ക്കണേ? ആണോ? റിമോട്ട് കൺട്രോളിൻ്റെ അത് കവർ എടുത്തുകൊണ്ട് വന്നിട്ട് അതിനെ നോക്കിയായിരുന്നു തോന്നുന്നുണ്ട് കുരച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ പെറ്റ്സ് എപ്പോഴും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ ഒരു വർക്ക് ഏരിയ ആണ്. ഇത് ഇച്ചിരി വലിപ്പമുള്ളൊരു വർക്ക് ഏരിയ ആണ് കേട്ടോ.